സുഹൃത്തേ, നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാനായിട്ട് നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യുന്നു. വ്യത്യസ്തമായ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് 10 മാനിഫെസ്റ്റേഷൻ സൈനുകൾ അഥവാ സൂചനകളെ കുറിച്ചാണ്. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. 10 മാനിഫെസ്റ്റേഷൻ സൈനുകൾ അല്ലെങ്കിൽ സൂചനകൾ മനസ്സിലാക്കുക. നിങ്ങൾ ഈ ഇടയായിട്ട് സ്ഥിരമായിട്ട് കാണാറുള്ള മാനിഫെസ്റ്റേഷൻ സൈനുകളെക്കുറിച്ച് കമൻ്റായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുക. സുഹൃത്തെ, ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വരുന്ന 10-ാം തീയതി ആരംഭിക്കുന്ന 21 ദിവസം നീണ്ടു നിൽക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ പ്രോഗ്രാമിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് മാത്രമാണ് ഒരു ബാച്ചിൽ അവസരം എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 10 മാനിഫെസ്റ്റേഷൻ സൈനുകൾ അഥവാ സൂചനകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമ്പർ 1, വി സീ ദ വിഷ് ഫ്രീക്വൻലി. അതായത് നമ്മുടെ ജീവിതത്തിൽ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നേടിയ ആളുകളെ നമ്മുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ കാണുക. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ നല്ലൊരു ബന്ധമാണ് നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കപ്പിൾസ് നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകുന്നത് കാണാം. അവർ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് കാണാം. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പലപ്പോഴായിട്ട് നമ്മുടെ മുന്നിൽ പല സാഹചര്യങ്ങളായിട്ട് കണ്ടു തുടങ്ങും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു കാറ് നിങ്ങൾ എപ്പോഴൊക്കെ വാഹനത്തിൽ പോകുമ്പോഴും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാറ് അതേ കളർ, അതേ മോഡൽ, അതുപോലെ തന്നെ കാണാൻ സാധിക്കും. ചിലപ്പോഴൊക്കെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്താലും ഈ കാർ കാണാൻ സാധിക്കും. ചിലപ്പോൾ ഏതെങ്കിലും പരസ്യം കാണുമ്പോഴായിരിക്കും ഇടയ്ക്കിടെ ഈ കാർ നിങ്ങൾ കാണുന്നത്. ഇനി നമ്പർ 2, റെയിൻബോ അഥവാ മഴവില്ല്. നമ്മൾ അറിയാതെ തന്നെ പലപ്പോഴായിട്ട് മഴവില്ല് കാണുന്നു. ഇതും നല്ലൊരു മാനിഫെസ്റ്റേഷൻ സൈനാണ്. ഇത് ആകാശത്ത് തന്നെ കാണണമെന്ന് ഒരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഒരു സുഹൃത്തിൻ്റെ മെസ്സേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജ് ആയിരിക്കാം. എപ്പോഴും നിങ്ങൾ കാണുന്ന ഒരു മഴവില്ലിൻ്റെ ഒരു ഇമേജ് നിങ്ങൾ കാണുകയാണ് എങ്കിൽ മനസ്സിലാക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 3, സീയിങ് ഏഞ്ചൽ നമ്പേഴ്സ്. അതായത് ഏഞ്ചൽ നമ്പേഴ്സ് എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴും ഓർക്കുക. ചിലപ്പോൾ അത് 1111 ആയിരിക്കാം, അല്ലെങ്കിൽ 222 തുടങ്ങിയ നമ്പറുകൾ എപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാണുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഏഞ്ചൽ നമ്പേഴ്സ് എല്ലാം നമ്മൾ കാണുന്നത് യാദൃശ്ചികമായിട്ടായിരിക്കാം. ചിലപ്പോൾ ഏതെങ്കിലും ഒരു വാഹനത്തിൻ്റെ നമ്പറായിരിക്കാം, അല്ലെങ്കിൽ ക്ലോക്കിലോ വാച്ചിലോ സമയം നോക്കുമ്പോൾ കാണുന്നത് ഈ നമ്പറായിരിക്കാം. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അയച്ച മെസ്സേജുകളുടെ സമയം നോക്കുമ്പോഴും ഈ ഒരു ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം നമ്മൾ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതായിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ സൈനാണ്. ഇനി നമ്പർ 4, സ്മോൾ ഐഡിയാസ് ഓർ തോട്ട്സ് മാനിഫെസ്റ്റ് ഫാസ്റ്റ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നു. അതായത് ചില ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യാറുണ്ട്. ഈ ചെറിയ ചെറിയ ഗോളുകൾ വളരെ പെട്ടെന്ന് തന്നെ മാനിഫെസ്റ്റേഷൻ സംഭവിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു സുഹൃത്തിൻ്റെ ഒരു കോൾ, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ചെറിയ ഗിഫ്റ്റ് നിങ്ങളെ തേടി വരുന്നു. ഇതെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച വലിയ വലിയ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ്. ഇനി നമ്പർ 5, ഡ്രീംസ് അഥവാ സ്വപ്നങ്ങൾ. പലപ്പോഴായിട്ട് നമ്മൾ സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഇനി എപ്പോഴൊക്കെ നിങ്ങൾ സ്വപ്നം കാണുമ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നടന്നതായിട്ടാണ് നിങ്ങൾ ഇടയ്ക്കിടെ സ്വപ്നം കാണുന്നത് എങ്കിൽ അതും നല്ലൊരു മാനിഫെസ്റ്റേഷൻ സൈനാണ്, അല്ലെങ്കിൽ സൂചനകളാണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നതിൻ്റെ നല്ല സൂചനകളാണ്. ഇനി നമ്പർ 6, ലോസ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ.
നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ അതിനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കണം. അതായത് നമ്മുടെ ഷെൽഫ് നിറയെ വസ്ത്രങ്ങളുണ്ടെങ്കിൽ പഴയ ഡ്രസ്സ് മാറ്റിയാൽ മാത്രമാണ് പുതിയത് വെക്കാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ സ്പേസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ലോസ് എന്ന് പറയുന്നത്, ജീവിതത്തിലെ നഷ്ടങ്ങൾ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു പണം ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ള ക്യാഷ് നഷ്ടപ്പെടുകയും പുതിയൊരു സ്പേസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ആ സ്പേസ് ആയിരിക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത. അതായത് എപ്പോഴൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്പർ 7, ലോ ഓഫ് ഓപ്പോസിറ്റ് ആൻഡ് കോൺട്രാസ്റ്റ്. അതായത് നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് അതിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള, വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണം വേണം എന്ന് ആഗ്രഹിക്കുന്നു, പണം നഷ്ടപ്പെടുന്നു. ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതും നഷ്ടപ്പെടുന്നു. റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ അതും വളരെ മോശമാകുന്നു. ഇങ്ങനെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നതിന് അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിൽ ഇതെല്ലാം മാനിഫെസ്റ്റേഷൻ സൂചനകളാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി, പൂർണ്ണ വിശ്വാസത്തോടു കൂടി കാത്തിരിക്കുക. ഇനി നമ്പർ 8, ലിറിക്സ്. അതായത് നമ്മൾ എല്ലാവരും പാട്ട് കേൾക്കാനും പാടാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ യാദൃശ്ചികമായിട്ട് ചില പാട്ടുകൾ കേൾക്കുമ്പോൾ അതിലെ ലിറിക്സ് അഥവാ വരികൾ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് സാമ്യമുള്ളതായിരിക്കും. ഇതും നമ്മുടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ വളരെ നല്ല സൂചനകളാണ്. ഇനി നമ്പർ 9, അച്ചീവിങ് ഓൾഡ് ഡിസയേഴ്സ്. അതായത് നിങ്ങൾ വർഷങ്ങൾക്ക് മുന്നേ പല ഗോളുകളും ആഗ്രഹങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കാണും. ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കും. ഈ ഗോളുകൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇതും നല്ല ഒരു സൂചനയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നതിൻ്റെ നല്ല ഒരു സൂചനയാണ്. ഇനി നമ്പർ 10, ഇത് വളരെ നല്ല ഒരു മാനിഫെസ്റ്റേഷൻ സൈനാണ്. വി ഫീൽ കാം ആൻഡ് കോൺഫിഡൻറ്റ്. അതായത് നമ്മളെപ്പോഴും ഈ നമ്മുടെ നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഒരു നല്ലൊരു സൂചനയാണിത്. അതായത് ഈ ഒരു വ്യക്തി എപ്പോഴും നല്ല കാമായിരിക്കും, നല്ല കോൺഫിഡൻ്റ് ആയിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഈ വ്യക്തി കാത്തിരിക്കും. സുഹൃത്തെ, ഇന്ന് പങ്കുവച്ചത് ലോ ഓഫ് അട്രാക്ഷനിലെ 10 മാനിഫെസ്റ്റേഷൻ സൈനുകൾ അഥവാ സൂചനകളാണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് എങ്ങനെയാണ് അറിയാൻ കഴിയുക? ഈ 10 സൂചനകളിലെ 1, 2 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈനുകൾ അല്ലെങ്കിൽ ഒരു സൂചന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, നിങ്ങൾ ഏത് കാര്യത്തിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ എന്തിനെക്കുറിച്ചാണോ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നു. ഇത് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും പല മെത്തേഡുകൾ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾ പറയാറുണ്ട്, ഞാൻ ആഗ്രഹിച്ച കാര്യം എന്നിലേക്ക് പെട്ടെന്ന് വന്നു, ചില ആ കാര്യങ്ങൾ വരാൻ ഒരുപാട് സമയമെടുക്കുന്നു. എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു 10 മാനിഫെസ്റ്റേഷൻ സൈനുകളിലെ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടായിരിക്കാം. അപ്പോഴൊക്കെ വളരെ നന്നായിട്ട് ഫീലായിട്ട്, കംഫർട്ടബിളായിട്ട്
നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയോട് കൂടിയായിട്ടായിരിക്കണം നിങ്ങൾ കാത്തിരിക്കേണ്ടത്. ഞാൻ ആഗ്രഹിച്ച കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ലല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്കെല്ലാം ലഭിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് മാത്രം സംഭവിക്കുന്നില്ല എന്ന ഒരു തെറ്റായിട്ടുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഒരിക്കൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പാടില്ല. കാരണം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട്, വളരെ കംഫർട്ടബിളായിട്ട്, കോൺഫിഡൻ്റായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് പല വ്യക്തികളിലൂടെ, സാഹചര്യങ്ങളിലൂടെ, സന്ദർഭങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടു കൂടിയായിരിക്കണം എൻ്റെ ഈ പ്രിയ സുഹൃത്ത് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ആഷിഖ് തിരൂർ.